ഇനി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷന്റെ ജസ്റ്റിൻ പാലത്ര കൂടി ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം ശ്രീ ജസ്റ്റിൻ പാലത്ര. നമസ്കാരം. സ്വർണ്ണവില ഇന്നും കൂടി തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഡിസംബറിൽ ലാസ്റ്റോടു കൂടിയാണ് ഈ 1 ലക്ഷത്തിലേക്ക് കടന്നത്. പിന്നീട് കുറച്ച് ദിവസമൊക്കെ 1 ലക്ഷത്തിന് താഴെ വന്നെങ്കിലും വീണ്ടും 1 ലക്ഷത്തിൽ കൂടി നിൽക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഈ പറഞ്ഞതുപോലെ സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച് ഈ സ്വർണ്ണക്കടയിലേക്ക് ആളുകൾ എത്തുന്നത് സ്വർണം വാങ്ങുന്നതിൽ കൂടുതൽ വിൽക്കാനാണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇനിയും വില കൂടി തന്നെ നിൽക്കാനാണോ സാധ്യതയുള്ളത്? തീർച്ചയായിട്ടും ഇനിയും വില കൂടാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ സ്വർണം വിൽക്കാനായിട്ടും ഒരു ഫ്ലോ ഉണ്ടായിരുന്നത് ഇങ്ങനെ പെട്ടെന്നൊരു റേസ് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇനിയും കൂടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ആൾക്കാർ നോക്കിയിരിപ്പുണ്ട്. കുറെ പേര് അത്യാവശ്യത്തിനുള്ളത് വിൽക്കുന്നത് കൊണ്ട് അത്യാവശ്യമില്ലാത്തവര് പിടിച്ച് കയ്യിൽ വെക്കുന്നുണ്ട്. കാരണം ഇനിയും വില കൂടും എന്നുള്ള ഒരു ധാരണ മനസ്സിലുള്ളത് കൊണ്ടാണ്. ഏതായാലും വില യാതൊരു കാരണവശാലും ഇനി താഴാനുള്ള യാതൊരു ചാൻസുകളും കാണുന്നില്ല. അതായത് എത്ര വരെ ഇനി കൂടാനാണ് ഒരു സാധ്യത നമ്മൾ കരുതേണ്ടത്? ഞാന് മുമ്പ് നമ്മുടെ ഈ TV തന്നെ നമ്മൾ പറഞ്ഞതാണ് 14,000 രൂപ വരെ ജനുവരി ഫെബ്രുവരിയോട് കൂടി ആകും എന്ന് പറഞ്ഞത്. ഏകദേശം 13,040 ഇപ്പൊ ആയി കഴിഞ്ഞു. അപ്പം ഇപ്പൊ അവിടെയും നിൽക്കുന്ന ഒരു രീതിയല്ല കാണുന്നത്. ഡോളർ റേറ്റ് ഇന്നിപ്പം 4,500 എത്തി. അത് ഇപ്പൊ ഇതുവഴി പറഞ്ഞ് പേടിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം റേറ്റ് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തോട്ട് കൂടാൻ പോവുകയാണ്. അങ്ങനെ ഒരു അനുമാനമാണ് ഇപ്പൊ അറിയാൻ കഴിയുന്നത്. കാരണം എന്തെന്നറിയാവോ, ആകപ്പാടെ ലോകത്ത് നമുക്ക് സേഫായിട്ടുള്ള 2, 3, 4 സംഗതികളാണുള്ളത്. ഒന്ന് സ്വർണം, ഒന്ന് ഓയില്, ഒന്ന് ഷെയർ, ഒന്ന് റിയൽ എസ്റ്റേറ്റ്. ഇത് ഓയിലും ഷെയറും റിയൽ എസ്റ്റേറ്റും ഒക്കെ വളരെ മോശമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ വില ഏക സേഫ് വസ്തു എന്നുള്ള ഒരു രീതിയിൽ സ്വർണം മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിന് ഡിമാൻഡ് കൂടുന്നു, പ്രൊഡക്ഷൻ കുറയുന്നു. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത് കുറയാനുള്ള ഒരു ചാൻസ് കാണുന്നില്ല. ഒരു അമിതമായ രീതിയിൽ തന്നെ ഇത് കൂടാനുള്ള ഒരു ചാൻസ് ആണ്. ഞാൻ അത് കാരണം ജനങ്ങളെ സംശയോളം ഇപ്പോൾ 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് കണ്ടതിന്റെ ഞെട്ടലൊക്കെ പോയി കഴിഞ്ഞു. ഇപ്പൊ 1,04,300 വരെ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇതിവിടെ കൊണ്ട് നിൽക്കുകയില്ല. നല്ല ഒരു അബ്നോർമലായി ഇത് മേലോട്ട് കയറി പോകുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഞങ്ങൾ കച്ചവടക്കാരെ സംബന്ധിച്ചോളം ഞങ്ങളെല്ലാം ഒരു ഭീതിയിലും അങ്കലാപ്പിലുമാണ്. കാരണം കച്ചവടം വളരെയധികം ബാധിക്കും. ഇത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചോളം അതിനപ്പുറം ബാധിക്കും. അവർക്കൊന്നും കല്യാണത്തിനോ മറ്റുള്ള ആവശ്യങ്ങൾക്കോ സ്വർണം എടുക്കാനുള്ള ഒരു ശേഷി ആർക്കും ഇല്ലാതാവുകയാണ്. അതാണ്. എന്തായാലും ഇനിയും സ്വർണ്ണവില കുറയും എന്നുള്ളൊരു പ്രതീക്ഷ ആർക്കും വേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി സ്വർണത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ സ്വർണം വാങ്ങാനുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരും, സ്വർണം വിൽക്കാനുള്ള ആളുകളാകും കൂടുക എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്തായാലും നിലവിലത്തെ കണക്കനുസരിച്ച് സ്വർണ്ണവില ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വളരെ നന്ദി ശ്രീ ജസ്റ്റിൻ പാലത്ര പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.